വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നൊക്കെ എഴുതാനും സാധിക്കുന്നത് ഭയങ്കര സംഭവമാണെന്നാണ് കവിതയെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും അറിവുള്ള ആളുകൾ പറയുന്നത്. എങ്ങനെ വേടന് ഇത് സാധിക്കുന്നു? 2K കിഡ്സിന് ഇല്ലാത്തതും വേടന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു സൂത്രം വേടൻ തന്നെ ഇതിന് പറയുന്നുണ്ട്. വായിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. ഞാൻ ആദ്യം വായിച്ചിരുന്നില്ല. എൻ്റെ ഒരു സർക്കിളിൽ വായിക്കുന്നവരായിട്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ പുതിയ ആൾക്കാരൊക്കെ കാണാനൊക്കെ തുടങ്ങിയപ്പോൾ, ഒരുപാട് അറിവുള്ള ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഇവന്മാർക്ക് എവിടെ നിന്നാണ് ഈ ഐഡിയ ഒക്കെ കിട്ടുന്നത്? അങ്ങനെയാണ് ഇവന്മാരെല്ലാവരും വായിക്കുന്നവരാണ് എന്നുള്ളൊരു സൂത്രം കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഞാൻ വായനയിലേക്ക് പതുക്കെ കടക്കാൻ തീരുമാനിച്ചിട്ട്. എന്നെ കൊണ്ട് പറ്റാത്തൊരു പരിപാടിയായിരുന്നു അത് വായന. കാരണം ഞാൻ അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലല്ല വളർന്നത്. എൻ്റെ വീട്ടിൽ ആരും വായിക്കാറുന്നില്ല, ഒരു കളിക്കൂടൊക്കെ പോലും വായിക്കാറുന്നില്ല എൻ്റെ വീട്ടിലെ ആൾക്കാർ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വായനയിലേക്ക് കിടന്നത്. പിന്നെ ആ ട്രാക്കിലാണ് ഇപ്പോൾ. വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വായനയാണ് എനിക്ക് വരികളും എനിക്ക് ഇച്ചിരി കൂടി എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നത് എനിക്ക് വായന എന്നാണ്. അല്ലാതെ ഞാൻ പെട്ടെന്ന് ഒരു എൻ്റെ കുടുംബ സാഹചര്യം ഒന്നും അങ്ങനെ ആയിരുന്നില്ല. വേറെ എവിടെ നിന്നും കിട്ടിയതൊന്നുമില്ല, വായനയിൽ നിന്നും മാത്രം. മഹാകാവ്യം എഴുതാതെ മഹാകവികളായവരും മഹാകാവ്യം എഴുതി മഹാകവികളായവരും ഉള്ള ഒരു നാട്ടിൽ നിന്ന് ഇത്രയും സിമ്പിളായിട്ടും ഇത്രയും സോഫ്റ്റായിട്ടും ഇത്രയും സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പാട്ട് എഴുതുന്ന, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നുള്ള രീതിയിലൊരു കവിത അല്ലെങ്കിൽ ഒരു വരികൾ എഴുതാൻ സാധിക്കുന്നത് വേടൻ വരേണ്ട വന്നു. അതിനുള്ള കാരണം വേടൻ തന്നെ പറയുന്നുണ്ട്. ഇച്ചിരി വെളിവുള്ള ആൾക്കാർ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് വായനാശീലം. നമ്മുടെ ഈ ഷോ കഴിഞ്ഞിട്ട് വേടൻ്റെ ഈ ഷോ നമുക്കറിയാലോ, 10,000-കണക്കിന് ആൾക്കാരാണ് ഓരോ ഷോയ്ക്കും ചെല്ലുന്നത്. ആ ഷോ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും 2K കിഡ്സൊക്കെ എന്നാ കാണിക്കുന്നത്? ഈ തുള്ളലും കഴിഞ്ഞിട്ട് എന്തേലുമൊക്കെ അടിച്ച് പിമ്പിരിയായി എവിടെയെങ്കിലും പോയി കിടക്കും. പക്ഷേ വേടൻ ചെയ്യുന്നതിനാ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വായനയ്ക്ക് വേണ്ടി വേടൻ മാറ്റി വെക്കുകയാണ്. ആ വായന ഉള്ളതുകൊണ്ട് മാത്രമാണ് വേടൻ ഈ രീതിയിലായത്. ഞാൻ ലൈബ്രറിയിൽ പോയി അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങളുടെ നാട് പണ്ടപ്പള്ളിയാണ്. എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു, അമൽ എന്ന് പറഞ്ഞ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പണ്ടപ്പള്ളി ലൈബ്രറിയിലുള്ള ഒരുമാതിരിയുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർത്താണ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി അച്ചീവ്മെൻ്റ് ഉണ്ടായില്ല. വേടനെ പോലെ കവിത എഴുതാനൊന്നും എനിക്ക് സാധിക്കുന്നില്ല, അതുള്ള കാര്യമാണ്. പക്ഷേ അത്യാവശ്യം അറിവുള്ള, എനിക്കും വലിയ കഴിവുള്ള ആളൊന്നുമല്ല, വളരെ താഴ്ന്ന നിലവാരം അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നൊക്കെ പറയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു വാക്കില്ല, എന്നാലും പറയുകയാണെങ്കിൽ ബിലോ ആവറേജ് ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ഈ വായനാശീലം. ബാക്കി ആരും ഇങ്ങനെയൊന്നും പറഞ്ഞു തരില്ല. എനിക്ക് വായനാശീലം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയൊക്കെ ആയെന്ന്. പക്ഷേ വേടൻ ഒരു സാധാരണക്കാരനായതുകൊണ്ട് മാത്രമാണ് വേടൻ പറയുന്നത് എനിക്ക് വായനാശീലം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയൊക്കെ ആയി വന്നതെന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചത്. നിങ്ങളും വായന ഒരു ശീലമാക്കൂ. ഇതുപോലെ വേടനേക്കാളും വലിയ ആളുകൾ നമ്മുടെ മലയാളത്തിൽ നിന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എവിടെയെങ്കിലും വേടൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് പോയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിച്ച് പിമ്പിരിയായി കയറിക്കിടക്കാതെ വായനാശീലം ഉണ്ടാക്കുമോ, ഉയർച്ച നിങ്ങളെ താനെ തേടി വരും.